മധ്യപൂർവേഷ്യൻ സംഘർഷത്തിന് പിന്നാലെയുണ്ടായ പാചകവാതക സിലിണ്ടർ ദൗർലഭ്യത്തിൽ ഹോട്ടൽ മേഖല താളം തെറ്റിയെന്ന് ബംഗളൂരുവിലെ ഹോട്ടൽ ഉടമകൾ പറയുന്നു. സിലിണ്ടറുകൾ ലഭിക്കാത്തതിനാൽ ഹോട്ടലുകൾ അടച്ചിടേണ്ട സ്ഥിതിയാണെന്നാണ് ഇവർ പറയുന്നത്. വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉടൻ നടപടി സ്വീകരിക്കണം എന്നാണ് ഹോട്ടൽ ഉടമ അസോസിയേഷൻ ആവശ്യപ്പെടുന്നത്. ഗൾഫ് മേഖലയിലെ സംഘർഷം ഇന്ത്യയിലെ ഹോട്ടൽ വ്യവസായത്തെ കാര്യമായി തന്നെ ബാധിച്ചിരിക്കുകയാണ്. LPG സിലിണ്ടറുകളുടെ ദൗർലഭ്യം രൂക്ഷമായതോടെ ഹോട്ടലുകൾ അടച്ചിടേണ്ടി വരുമോ എന്ന ഭീതിയിലാണ് ബംഗളൂരുവിലെ ഹോട്ടൽ ഉടമകൾ. നീണ്ട 83 വർഷത്തെ ചരിത്രം പറയാനുള്ള ബംഗളൂരുവിലെ വിദ്യാർത്ഥി ഭവന് ഇത് പുതിയ അനുഭവമാണ്. പഴയ വിറകടുപ്പിൽ നിന്നും ഗ്യാസ് അടുപ്പുകളിലേക്ക് മാറിയിട്ട് കാലം കുറയായി. പക്ഷേ ഇത് ആദ്യമായാണ് അടുപ്പ് പുകയാത്ത അവസ്ഥയിലേക്ക് നീങ്ങുന്നത്. ഒരു ദിവസത്തേക്കുള്ള സിലിണ്ടറുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. युद्ध के वजह से प्रॉब्लम हुआ है 2 दिन से ठीक से सप्लाई नहीं है. शनिवार और भानुवार संडे को आया था. बाद में वो बता रहे हैं अभी स्टॉक नहीं है. नहीं, हमारे पास 1 दिन का या 2 दिन का चलता है. बाद में देखना है, सप्लाई आता तो हम रन करेंगे, नहीं तो क्लोज करना पड़ेगा. മറ്റു ഹോട്ടലുകളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. 3 ദിവസത്തിനിടെ 300ഓളം രൂപയാണ് വാണിജ്യ സിലിണ്ടറുകൾക്ക് കൂടിയത്. അത്യാവശ്യത്തിന് ബ്ലാക്കിലെടുക്കാമെന്ന് വെച്ചാൽ അത് 1000-ന് മുകളിലാണ്. ഇന്നലെ 3000 രൂപയായിരുന്നു ചാർജ് പറഞ്ഞ്, ഇന്ന് 3300 പറഞ്ഞു ചാർജ്. 1800 ചില്ലറ 1800 സംതിങ്ങിനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് സഡൻലി വലിയ പ്രതിസന്ധിയാണ്. ഇപ്പോൾ റെസ്റ്റോറൻറ്റുകളൊക്കെ അടച്ചുപൂട്ടൽ ലെവലിലേക്ക് പോയി രീതിയിലാണെങ്കിൽ. പണ്ടത്തെ പോലെ ഗ്യാസ് കിട്ടുന്നില്ല. ഇപ്പോൾ ഒരാഴ്ച 10 ദിവസം കൊണ്ടല്ലേ ഇപ്പോൾ 6000 800 കൂടി. കസ്റ്റമേഴ്സിന്റെ ആവശ്യാനുസരണമുള്ള വിഭവങ്ങൾ നൽകാനാകുന്നില്ല എന്നത് ഹോട്ടലുകളെ പ്രതിസന്ധിയിലാക്കുകയാണ്. വരും ദിവസങ്ങളിലും സ്ഥിതി തുടർന്നാൽ ഹോട്ടലുകൾ അടയ്ക്കുകയല്ലാതെ മറ്റു പോംവഴികളില്ല എന്നാണ് ഉടമകൾ പറയുന്നത്. സജു ചമക്കാലയിൽ 24 ബാംഗ്ലൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.